ഉണ്ടോ? അതൊരു വാസ്തവമാണ്. ഇപ്പൊ കറക്റ്റ് കിട്ടുന്നുണ്ട്. മറ്റേ ഭയങ്കര ഇതായിപ്പോയി. ഇത് നല്ല കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. നേരത്തെ പറയാൻ എന്തായി ഫ്രീ ആകണ്ടേ? അവിടെ ഒഴുകി വരുന്നു. ഇവിടെ ഉണ്ട്. കുരങ്ങ് വീണ സ്ഥലം കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും നല്ല മലയാള പാട്ടുണ്ടാവും. അതിൽ നല്ല മലയാള പാട്ടുണ്ടാവും ഇതിൽ റേഡിയോയിൽ. മൊബൈലിൽ നിൽക്കാൻ സെക്കൻഡ് പാട്ട് കിട്ടിയത്. മൊബൈൽ പാട്ട് നിന്റെ മൊബൈലിൽ നിറ പാട്ട്. മൊബൈലിൽ നിന്ന് പാട്ടിടാൻ എനിക്കാ റേഞ്ചില്ല. എന്തെങ്കിലും റേഞ്ചില്ല. എനിക്ക് കോട വന്നാലേ പാട്ടിടാൻ പറ്റുള്ളൂ. അയ്യോ അയ്യോ വേണ്ട, അങ്ങനെയൊന്നും വിളിച്ചില്ല. കർണാടക വണ്ടി അത്ര വെളിവില്ല വരുള്ളൂ. ഓവർടേക്ക് ചെയ്ത് വരെയാണ്. പിന്നെ കല്ലടയുടെ വണ്ടി വരാണ്ടല്ലേ? കല്ലട SKS SRS ഭീകര ജീവികൾ വരുന്നോണ്ടാണ്. ചിലപ്പോ കുഴിക്കാത്ത മലയുടെയൊക്കെ ഷൂട്ട് ചെയ്ത് നല്ല വൈബ് കിട്ടും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു KSRTC ഉണ്ട്. അത് നമ്മുടെ പുറകിലല്ലേ, ഉരുൾപ്പെട്ട മൂന്നാറ്. അതുകൂടി വേണ്ട. എങ്ങനെയാണ് കുറേ വണ്ടിയുണ്ടോ? തിരുവനന്തപുരത്തിന്റെ മുന്നിട്ട് ഇടത്തോട്ട് ഒതുങ്ങോ? മതി. ഞാൻ എല്ലാം പോട്ടെ. ഇനി എടുക്കണ്ട, ഇനി എടുക്കണ്ട. വീതിയില്ലാത്ത സ്ഥലത്തോടെ എല്ലാ ഈ വെറും പറ്റില്ല തന്നെ വെള്ളോട് വരുന്നുണ്ട്. അതുകൂടി പോട്ടെ. ഇവരെയൊക്കെ കൊണ്ടുപോയി കാക്ക പഴയപ്പോ എന്താ കാറ്റിയെന്നല്ലേ പറയാം. അത്യാവശ്യം നല്ല വെള്ളമൊക്കെയാണ്. ഇങ്ങോട്ടൊന്നും മല അടിച്ചില്ല തോന്നുന്നു. ആ മലയിൽ അടിച്ച് കാണൂടാ, ഇങ്ങോട്ട് അടിച്ചില്ലേ? ഇങ്ങോട്ട് അടിച്ചിട്ടില്ല. മറയൂരും ക്ലൈമറ്റ് ഒത്തിരി വ്യത്യാസമായിട്ടാണ് നമ്മൾ വരുന്ന വഴി കൂടെ. മറയൂര് ഭയങ്കര മഴയാണെങ്കിൽ ഇങ്ങോട്ട് മഴ ഉണ്ടാവില്ല.
ഇവിടെ പെരുമഴയാണ് മുറിയിൽ വെയിലായിരിക്കും അതാ അവസ്ഥ. കറങ്ങി അങ്ങോട്ട് മഴ ഇല്ല ഇവിടെ മഴ അടിച്ചിട്ടില്ല. രാജമലയാണ് അങ്ങോട്ട് ഇറങ്ങുന്ന നഷ്ടമില്ല. അവിടെ എത്തിയാൽ പിന്നെ 3 മിനിറ്റിലെത്തും. അവിടെ വരെ എത്താനാ പാട്. വഴിയൊക്കെ നീങ്ങാതെ വാഗവരെ താഴേക്കുള്ള വഴി. അവിടെ ഞാൻ മറ്റേ രാജമലയുടെ ആ ടോപ്പിൽ മേളിലാണ് അവിടെ വരെയാണ്. വീതി കുറവും വളവ് പടപുളാന്ന് വളവാ. അവിടെ രാജമല മഴ പെയ്തടാ. വലിയ മഴയൊന്നുമില്ല കേട്ടോ. ടോപ്പിലടിച്ചേക്കുന്ന മഴയത്. ഇവിടെ ചാറി പോയിട്ട് വളർന്നു. ഈ ഒരു ക്ലൈമറ്റ് ആയ വാഗവരയുടെ ഒക്കെ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര പെരുമഴയായിരിക്കും. അതാണ് അല്ല കൊടും ഇതാണ് കോട ഇവിടുത്തെ കൂട ഏറ്റവും വലിയ കൂട. കണ്ണു കാണാൻ പറ്റില്ല. താഴത്തോട്ട് ഇറങ്ങിക്കും. 2-ാം മൈലിലെ കൂടെയൊന്നും ഒന്നുമല്ല. ഇവിടെയാണ് ഏറ്റവും വലിയ കൂട. നമ്മുടെ ചേട്ടൻ വണ്ടി വരുന്നു. കോടായി നിൽക്കുന്ന സ്ഥലത്തില് ഈ പിഴച്ച വളവുമാണ്. ഇങ്ങോട്ടൊക്കെ എന്ത് വീടാന്ന് നോക്കിയാടാ. വിഷം വീട് പോലെ ഇവിടെയൊക്കെ സ്ഥലത്തിന് പെർമിറ്റ് ഉണ്ടാവും. ഇത് മറ്റേ എസ്റ്റേറ്റിലെ ആളുകള് ഭൂമി പണിതില്ല. വെള്ളം വണ്ടിയുണ്ട്. ഇവിടെ ഇത്തിരി വെള്ളം നല്ലോണം ഒഴുകിയല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു നമ്മുടെ ഇവിടെയൊക്കെ ഒരു പ്രളയം വന്ന് 8-9 ദിവസം നിൽക്കാതെ അടിച്ച പിന്നെ എത്ര ഉള്ളൂ വിട്ടുവിട്ട് പോകുള്ളൂ. ഇപ്പൊ തന്നെ എല്ലാം പോയി. താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ. ആൾക്കാർക്ക് ജീവനിലല്ലേ കൂടി. പാതിരാത്രിക്ക് പുറത്ത് വിളച്ചിരുന്ന് ആന ചവിട്ടിക്കൊല്ലോ, അല്ലെങ്കിൽ വെള്ളം കൊന്നുകൊണ്ടുപോകും. മണ്ണിടിഞ്ഞു വീഴും. വെള്ളം വർഷത്തിൽ മാത്രം മേടിച്ചാൽ അന്നേരം മാറി താമസിക്കാം എവിടെയെങ്കിലും. പക്ഷെ ഈ ആന എന്ന് പറഞ്ഞതാണ് എപ്പോഴേലും വരാനോ. ആ പ്രളയത്തിന്റെ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം മാറി താമസിച്ചാൽ മതി. പക്ഷെ ഇതങ്ങനെയല്ല. ഇതുണ്ടോ ഇതൊക്കെ കാട് പിടിച്ച് നശിച്ചെടുക്കുക. അവിടെ താമസമില്ല. കാരണം കാടാണോ അവിടെ വന്നിരിക്കുന്ന സാധനം. ഈ കാടായിട്ട് താമസിക്കാൻ മേലാത്തോടത്ത് 2 വാഴയും വെച്ചിട്ടിട്ട് അങ്ങ് പോകും. പിന്നെ നോക്കുമ്പോ ആന നോക്കുമ്പോ വാഴയുടെയും കരിമ്പൊക്കെ വെക്കും. സാധാരണ എല്ലാം 4 കിലോമീറ്റർ അപ്പുറം എന്ന് അറിയാലോ. പയ്യെ വരും. അവിടെ നിൽക്കുമ്പോൾ ആരും ശല്യമില്ല. എന്നാ ഇവിടെ നിന്നേക്കാന്ന് വിചാരിക്കും. പിന്നെ അവിടെ നിന്ന് പോകില്ല. ഉദാഹരണമാണ് എൻ്റെ പറമ്പിൽ. ഞാനതുപോലെ വൃന്ദാവനം പോലെ പൂക്കൾ ചെടികൾ മൊത്തം വെച്ച് പിടിപ്പിച്ചേക്കും. വലിയ മരങ്ങളാകുന്ന മരങ്ങൾ, പൂക്കളെ വലിയ മരങ്ങളാകുന്നു. ഈ വരയാടിന്റെ 2 കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് വളർത്തിയാലും അറിയൊന്നുമില്ല. കിട്ടണ്ടേ? അല്ല, അറിയാൻ പറ്റില്ല മറ്റു ആളുകൾ വ്യത്യാസമായിട്ട്. പിരിയം മാത്രം കൊമ്പ് അങ്ങനെ രാഗിരായി മിനിപ്പിച്ചാൽ മതി. കൊമ്പ് ഓരോ വളയുണ്ട്. കൊമ്പ് പിരിഞ്ഞിരിക്കും. അല്ലെങ്കിൽ ചേട്ടാ നമ്മളിവിടെയാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും അത് സംശയിക്കില്ലല്ലോ. പിന്നെ ഇപ്പം ഈ മിലിറ്ററി ആട് പോലെയൊക്കെ ബോഡിയിൽ പല ഷേപ്പുള്ളതും പുള്ളിയുള്ളതും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് കൂടെ മേളിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ഇച്ചിരി കൂടെ ഉണ്ടെങ്കിലുള്ളൂ, ഇല്ലെങ്കിൽ കൂടെയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കാണൂടാ നമ്മുടെ ആ എസ്റ്റേറ്റിലെ കന്നിമല. പിള്ളേരൊക്കെ ഈ പൊടി മുളകിൽ ഇങ്ങനെ വെച്ചോണ്ട് പോകുന്ന പിന്നെ ഒറ്റ ബ്രേക്ക് ഒട്ടിയാൽ തെറിച്ച് വാരിയിലൊടിക്കുമോ? അതാ കുഴപ്പം. തെറിഞ്ഞില്ലേ. പക്ഷേ ഇത് കമ്പനിക്കാർ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നല്ലേ ഇത്.
അത്രയും പോയിട്ട് ഭയങ്കര കുഴിയായിരിക്കും. ഇതൊക്കെ റാപ്പിഡ് പോസിന് വെച്ചിട്ട് കറക്റ്റ് ചെയ്യും. ഇറങ്ങി കോട ഇറങ്ങി 9 മൈൽ കൊണ്ട് കോടയാ. കോട ഇറങ്ങിപ്പോയി. നല്ല തിക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് സൂര്യൻ ഒരു ശകലം കളർ കാണിക്കുന്നുണ്ട്. ഇവിടെ കയറി വരുന്നോളൂ ചേട്ടാ. മിക്കവാറും വരുമ്പോഴത്തേക്ക് നമ്മൾ രാജമല ക്രോസ് ചെയ്യോ? അവറായി വരണ്ടേ. മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മഴ ഉണ്ടെങ്കിൽ പടപടാന്ന് കയറും. മഴന്നുണ്ടെങ്കിൽ മഞ്ഞിൻ്റെ അതിൻ്റെ കൂടെ ഇങ്ങ് പോകും. ഇവിടുത്തെ കോറാന്ന് പറഞ്ഞിട്ടല്ലോ ഇരുട്ടുമുറി ഇരിക്കുന്ന ഭയങ്കര കോടയാണ്. കണ്ണ് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റില്ല. നമ്മൾ എവിടെയാ സ്ഥലം എന്ന് പോലും നമുക്കറിയത്തില്ല. രണ്ടുപേരും മുള്ളാൻ ഇറങ്ങിയാൽ പോലും അവിടെ അറിയില്ല, മുട്ടിയാലറിയില്ല. ഞാൻ ദുബായിൽ ഇതുപോലെ അങ്ങനെ കറങ്ങി അവിടെ ചെല്ലണം അല്ലേ? അതേ ലെവല് പ്രദേശമായിട്ടാ മഞ്ഞുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇറക്കം ഇറങ്ങി മൂന്നാറിലോട്ട് പോകണം. ഇവിടുന്ന് ഏറ്റവും വലിയ പ്രശ്നം ഇതൊരു ഷോർട്ട് കട്ട് വഴി പോലും ഇല്ല. കറങ്ങി 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 ചെല്ലണം. ബാക്കി എല്ലാ സ്ഥലത്തിനും ഷോർട്ട് കട്ട് ഉണ്ട്. തെന്മനേന്ന് നമ്മുടെ ഗുണ്ടല ഡാമിൻ്റെ അങ്ങോട്ട് ഉണ്ടോ? പക്ഷെ അതിലമാര് വിടുകയല്ല. അവരിവിടുന്ന ആന പോലും ആനയെ നമ്മളെ ഒരു ഇടപാട് തരും. ഈ മാട്ടുപ്പെട്ടി കഴിഞ്ഞുള്ള ജീവിതമൊക്കെ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം പിടിവിട്ട ജീവിതം. വീട്ടിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റുന്ന കാട്ടുപോത്തുണ്ടല്ലോ, ഭയങ്കര പ്രശ്നമാണ്. മനുഷ്യരെ ഉപയോഗിക്കാം. അയ്യോ, ആന പിന്നെയും രക്ഷപ്പെടാം. ഈ സാധനത്തിൻ്റെ അടുത്ത് നല്ല രക്ഷയിപ്പം കൊമ്പേ കോർത്ത് പൊക്കും. ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇങ്ങനെ രണ്ട് കുത്തായി മറ്റേ കത്തിക്കുത്തിരുത്തിരിക്കുന്ന കൊമ്പയിലൊന്ന് കോർത്തൊരു സുഖം കിട്ടണം പുള്ളിക്ക്. ഷൂവൊക്കെ ഇട്ട് ഇരിക്കുന്നവന്മാര് അവിടെ ചെന്ന് ചൊറിഞ്ഞ് പണറാണെങ്കിൽ ഇവിടെ മറ്റേ വരയണട്ടെ ഇഷ്ടപ്പാട് തീരും.